ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാനിപ്പോൾ ഓസ്ട്രേലിയ വന്നിട്ട് ഏകദേശം 2 മാസം ആകാറായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്യാം, എൻ്റെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. കുറച്ച് വീഡിയോയിലൊക്കെ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു ഞാൻ താമസിക്കുന്നത് അഡിലേഡിലാണ്. പ്രോപ്പർ അഡിലേഡ് അല്ല, അഡിലേഡിൽ നിന്ന് 2 അവർ ട്രാവൽ ചെയ്തിട്ട് പോർട്ട് ബ്രൗട്ടൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്മോൾ ടൗണിലാണ് കേട്ടോ. റീജിയണൽ ഏരിയ ആയതുകൊണ്ട് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ആദ്യമേ പോർട്ട് ബ്രൗട്ടൺ എന്നൊക്കെ കേൾക്കുമ്പം ഒരു ബിഗ് സിറ്റിയാന്നൊക്കെ നമ്മൾ വിചാരിച്ചു. ഗൂഗിളിലൊക്കെ നോക്കിയിട്ടൊക്കെയാണ് വന്നത്. പക്ഷേ അത്രയ്ക്കും വലിയ സിറ്റി അല്ല. പക്ഷേ അത്യാവശ്യമുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇന്ത്യൻ ഷോപ്പ് അങ്ങനെ അധികം ഇല്ല. അപ്പോൾ ഞങ്ങൾ ഈ പോർട്ട് ബ്രൗട്ടണിൽ നിന്ന് 2 അവർ ട്രാവൽ ചെയ്തിട്ട് അഡിലേഡിൽ എത്തിയിട്ടാണ് സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. ഇനിഷ്യലി അതായിരുന്നു ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം വന്ന സമയത്ത് നമ്മുടെ കയ്യിൽ കാറൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് ആരെങ്കിലുമൊക്കെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു ആദ്യമേ. ഇവിടെ ഉണ്ട് പോർട്ട് ബ്രൗട്ടണിലുള്ള ഷോപ്പുകളിലെല്ലാം ഇന്ത്യൻ സാധനങ്ങളൊന്നും കിട്ടൂല. ആകെ കിട്ടണത് ബസുമതി റൈസ് കിട്ടും, കുറച്ച് വെജിറ്റബിൾസ് കിട്ടും, അത്രേ ഉള്ളൂ. പിന്നെ ഒരു 30 മിനിറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ പോർട്ട് പിരി അല്ലെങ്കിൽ വല്ലരു, കദീന അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അവിടെ കേമാർട്ട് അതുപോലെ തന്നെ വൂൾസ്വർത്ത് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും ഇന്ത്യൻ സാധനങ്ങളും ഇന്ത്യൻ മസാലകളും ഒക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അഡിലേഡിൽ പോകണം. അതുകൊണ്ട് ആദ്യത്തെ പ്രശ്നം എന്ന് വെച്ചാൽ ട്രാവലിംഗ് ആയിരുന്നു. തന്നെയല്ല, കാറില്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം, ഒരു മാസമല്ല 2-3 ആഴ്ച കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ഒരു കാറ് വാങ്ങിയത്. ആദ്യമൊന്നും നമ്മുടെ കയ്യിൽ അത്രയും പൈസ ഉണ്ടാവില്ല ആദ്യം വരുന്ന സമയങ്ങളിലൊന്നും കാറ് വാങ്ങാനായിട്ട്. പക്ഷേ പൈസയൊക്കെ കൂട്ടി വെച്ചൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു കാറ് വാങ്ങിയതിന് ശേഷം എല്ലാം സ്മൂത്തായിരുന്നു. കാരണം പോകാനാണെങ്കിലും നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യണ്ട. ഇപ്പോൾ ഒരു സിനിമയ്ക്ക് പോകാനാണെങ്കിലും ഞങ്ങൾക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ നല്ല മലയാളം മൂവീസൊക്കെ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പോയി, നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ പോയി കാണുമായിരുന്നല്ലോ. പക്ഷെ ഇവിടെ വന്നിട്ട് അങ്ങനെ പറ്റുന്നില്ലായിരുന്നല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ കാറ് വാങ്ങിയതിന് ശേഷം ആ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ വെതർ നമ്മുടെ സെയിം ഇന്ത്യയിലെ പോലെ, കേരളത്തിലെ പോലെ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് ഒരു 35-40 വരെ സംടൈംസ് പോകാറുണ്ട്. അതുപോലെ തന്നെയാണല്ലോ കേരളത്തിലും. പിന്നെ വിൻ്ററിൻ്റെ കാര്യം അറിയില്ല, വിൻ്റർ വരുന്നതേ ഉള്ളൂ. അപ്പം വിൻ്ററിൽ എത്ര തണുപ്പായിരിക്കും എന്ന് നമുക്കറിയില്ല കേട്ടോ. പക്ഷേ സമ്മർ ആണെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ മഴയൊക്കെ പെയ്യും. വേറെ മെയിൻ ഒരു പ്രോബ്ലം ഞാൻ ഫേസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, സിം എടുത്തതിന് ശേഷം ഇവിടെ ഏറ്റവും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സിമ്മാണ് ടെൽസ്ട്ര. അപ്പോൾ ആ സിം എടുത്ത് എൻ്റെ മൊബൈല് റെഡ്മി ആയിരുന്നു. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം സിം എടുക്കുന്നില്ല ഫോണിൽ. പക്ഷേ ഫോണിന് ഒരു കുഴപ്പവും ഇല്ല, സിം എടുക്കുന്നില്ല, വിളിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ടെൽസ്ട്ര എന്ന് പറഞ്ഞൊരു സിമ്മ് ചില ഫോണുകളിൽ വർക്കാകത്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മുടെ റെഡ്മി, റിയൽമി, OnePlus അങ്ങനത്തെ സിമ്മുകളിലൊന്നും അങ്ങനത്തെ മൊബൈലിലൊന്നും വർക്കാവത്തില്ല. ചില പർട്ടിക്കുലർ ഫോണിൽ മാത്രമേ വർക്കാവത്തുള്ളൂ. അതൊരു മെയിൻ ഒരു പ്രോബ്ലം ആയിരുന്നു എനിക്ക് ആദ്യമേ. അതുകൊണ്ട് എനിക്ക് ഫോൺ മാറ്റേണ്ടി വന്നു. അപ്പോൾ ഇതൊക്കെ നമുക്ക് ആദ്യമേ വരുമ്പോൾ ഒരു സാമ്പത്തിക നഷ്ടം ഉണ്ടാവുമല്ലോ, അതൊരു പ്രശ്നമായിരുന്നു. നൈറ്റ് ലൈഫ് തീരെ ഇല്ല ഇവിടെ. അഡിലേഡ് സിറ്റിയിലൊക്കെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇവിടെ റീജിയണൽ ഏരിയസിലൊന്നും നൈറ്റ് ലൈഫേ ഇല്ല. ഒരു 7:30, മാക്സിമം 7:30, 8 o'clock വരെ ഷോപ്പുകളൊക്കെ ഉണ്ടാവുള്ളൂ. അത് കഴിയുമ്പോൾ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ അതിന് മുന്നേ വാങ്ങിച്ചൊക്കെ വെക്കണം കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു IGA എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. അത്യാവശ്യം മിൽക്കും ഷുഗർ, ബ്രെഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ കിട്ടും. അപ്പോൾ അത് 6 മണി വരെ ഉള്ളൂ. 6 മണി കഴിയുമ്പോൾ അതും ക്ലോസ് ചെയ്യും. അത് ഏറ്റവും ബുദ്ധിമുട്ടാണ് നമുക്ക്. കാരണം നമ്മുടെ നാട്ടിലൊക്കെ രാത്രി 12 മണി വരെ നമുക്ക് എവിടെ വേണമെങ്കിലും പോകാം മീൻസ് ഷോപ്പുകളൊക്കെ തുറക്കും. അപ്പോൾ നമുക്കൊരു നൈറ്റ് ലൈഫ് ഉണ്ട് നാട്ടിലൊക്കെ. പക്ഷേ ഇവിടെ തീരെ നൈറ്റ് ലൈഫ് ഇല്ല.
തന്നെയല്ല എല്ലാവരും 8 മണിയൊക്കെ ആകുമ്പം കിടന്നുറങ്ങും. അപ്പോൾ നമ്മളിപ്പം പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നൈറ്റ് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, ഫുൾ ഡാർക്കാണ്. സോ അതൊരു പ്രശ്നമാണ്. പിന്നെ രാത്രിയിൽ നമ്മൾ പോകുമ്പോൾ മെയിൻ പ്രശ്നം കങ്കാരു. കാരണം റോഡിലൊക്കെ കങ്കാരു ഇറങ്ങും ഒരു 6 മണി കഴിയുമ്പോൾ, 6 മണി 7 മണി കഴിയുമ്പോൾ. അപ്പം ഭയങ്കര കെയർഫുള്ളായിട്ട് വേണം ഡ്രൈവ് ചെയ്യാനായിട്ട്. നമ്മൾ പോകുമ്പോഴൊക്കെ കാണാൻ പറ്റും ചില കങ്കാരുമൊക്കെ വണ്ടി ഇടിച്ച് കിടക്കണത്. അപ്പം പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കങ്കാരു വന്ന് ഇടിക്കുമ്പോൾ നമ്മളെ ഇത് ബാലൻസ് തെറ്റി വണ്ടി ആക്സിഡൻ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ടായിരിക്കും ഡ്രൈവ് ചെയ്യുന്നത് നൈറ്റ് ടൈമിൽ. ഭയങ്കര കങ്കാരു, റീജിയണൽ ഏരിയ ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, ഒത്തിരി കങ്കാരു ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊരു കങ്കാരു മാത്രമല്ല, ഫോക്സ് ഉണ്ട്, പിന്നെ മുയൽ, അതൊക്കെ അത്ര ഉപദ്രവകാരികളല്ല. പക്ഷേ കങ്കാരു ആണെങ്കിലും ഉപദ്രവിക്കില്ല. ബട്ട് നമ്മുടെ കാറിലോട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതിനെ കാണുമ്പോൾ നമ്മൾ സഡൻ ബ്രേക്ക് ഇടുമ്പം ആക്സിഡൻ്റ് ഉണ്ടാവും. അതൊരു പ്രശ്നമാണ്. പിന്നെ വർക്ക് ലൈഫ് എന്ന് പറഞ്ഞാൽ അധികം വർക്ക് ലോഡ് ഇല്ല. നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ, നാട്ടിലൊരു നേഴ്സ് എന്ന് പറയുമ്പം 8 അവർ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാലും 7 അവർ ആയിരുന്നു ഞാൻ എൻ്റെ മാത്സിൽ ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് 7.5 അവർ എന്തോ ആയിരുന്നു. പക്ഷെ ഇവിടെ 8 അവർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഒരു വർക്ക് ലോഡ് തോന്നത്തില്ല. ഭയങ്കര റിലാക്സ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ എല്ലാവരും നല്ല ആൾക്കാരാണ് കേട്ടോ. ഇപ്പം ഞാൻ വന്ന സ്ഥലത്തായതുകൊണ്ടാണോ, സ്ഥലത്ത് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എല്ലാവരും ഭയങ്കര വെൽക്കമിങ് ആയിട്ടുള്ള ആൾക്കാരാണ്, ഭയങ്കര സപ്പോർട്ടീവാണ്. നമ്മൾ പുതിയതായിട്ട് ഇവിടെ വന്നതാണ് എന്നുള്ള ഒരു ഇതേ ഇല്ല. നമ്മളവരെ ഒറ്റപ്പെടുത്തത്തില്ല. ഇപ്പം നമ്മൾ എന്ത് ഫങ്ഷൻ ഉണ്ടായാലും നമ്മളെ ഇൻവൈറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആൾക്കാരാണ് കേട്ടോ, എസ്പെഷ്യലി പോർട്ട് ബ്ലൗട്ടറിലുള്ളവർ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ചെയ്യത്തേ ഇല്ല നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് വന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാവില്ല. ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് പറയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം പറയുന്ന കുറച്ച് നെഗറ്റീവ്സാണ്. ഓവറോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ അത്രയും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ പുതിയ രാജ്യത്തോട്ട് വരുമ്പോഴത്തേന് എസ്പെഷ്യലി കുറച്ച് കാര്യങ്ങൾ നമ്മൾ സഫർ ചെയ്യേണ്ടി വരുമല്ലോ. പക്ഷേ അത്രയ്ക്കൊന്നും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അത്ര ഒന്നും പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ. എല്ലാം കൂളാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ റീജിയണൽ ഏരിയയിൽ വന്നതുകൊണ്ട് കുറച്ച് ബെനഫിറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ സാലറി വന്നിട്ട് നമ്മുടെ ടാക്സ് കട്ടൊക്കെ ആണെങ്കിലും കുറച്ച് കുറവുണ്ട്. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ഇടാം, അതെങ്ങനെയാണ് അത് നമുക്ക് എടുക്കാൻ പറ്റുന്നതെന്നുള്ളത്. അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോ ഇടാം. സിറ്റി ജീവിക്കുന്നതും റീജിയണൽ ഏരിയയിൽ താമസിക്കുന്നതുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മണി സേവ് ചെയ്യാം. കാരണം സിറ്റി ലൈഫിലൊക്കെ ആണെങ്കിലും നമ്മൾ എന്തായാലും സിറ്റിയിലൊക്കെ ആണെങ്കിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകും. അതുപോലെ തന്നെ കുറേ ഷോപ്പൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകും. പക്ഷേ ഇവിടെ നമുക്ക് ഒരു ഓപ്ഷനും ഇല്ല. ആകെ വീക്കെൻഡിൽ വല്ലതും ലീവും കിട്ടിയാൽ, ഓഫ് വല്ലതും കിട്ടിയാൽ മാത്രമേ നമുക്ക് പുറത്തു പോകാൻ പറ്റുള്ളല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ പൈസ നമ്മുടെ കയ്യിലിരിക്കും. ആ ഒരു ബെനിഫിറ്റ് ഉണ്ട് റീജിയണൽ ഏരിയയിൽ താമസിക്കുന്നുണ്ട്. വേറെ ഇത്രയൊക്കെയാണ് ഞാൻ ഒബ്സർവ് ചെയ്ത് ഞങ്ങൾക്ക് ഈ 2 മാസത്തിൽ ഉണ്ടായ കാര്യങ്ങൾ, എക്സ്പീരിയൻസ് ചെയ്ത പോസിറ്റീവും നെഗറ്റീവ്സും ഇത്രയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇനി എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത് വരും വീഡിയോസിലൊക്കെ കാണാം. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.